പ്രൈസ് ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ രാത്രികാലം, ഇന്ത്യൻ ടൈമിൽ രാത്രികാലം ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുവാൻ ദൈവം നൽകി തന്ന നല്ല സൗഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഫെലോഷിപ്പിൽ, അപ്പർ റൂം പ്രെയർ ലൈൻ ഫെലോഷിപ്പിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ നാമം ഉയർത്തുവാൻ, സാക്ഷ്യങ്ങൾ പറഞ്ഞ് ദൈവത്തെ ഉയർത്തുവാൻ ഈ നല്ല സൗഭാഗ്യം ദൈവം ഒരുക്കി തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ആൻറ്റി ഇങ്ങനെ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തു. അതിനുശേഷം ആദ്യം എനിക്ക് മേഴ്സി ആൻറ്റിയാണ് വന്ന് മെസ്സേജ് ഇട്ട് പറഞ്ഞത്. മമ്മിയായിരുന്നു സാക്ഷ്യം പറയാനിരുന്നത്, എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി മമ്മിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഞാൻ മിനിസ്ട്രിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ നിങ്ങളുടെ മുൻപിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ഫെബ കൊച്ചോലിക്കൽ. പപ്പയും മമ്മിയും പാസ്റ്ററായിട്ട് നാഗ്പൂർ, മഹാരാഷ്ട്രയിൽ നാഗ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് എൻ്റെ ഇളയ ബ്രദറുണ്ട്, ഇവാഞ്ചലിസ്റ്റ് ഫെബിൻ കൊച്ചോലിക്കൽ. ബ്രദറും പൊതു ശുശ്രൂഷയിലായിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനും കൺവെൻഷനുകളിലൊക്കെ പ്രസംഗിക്കുവാനും ഒക്കെ എൻ്റെ ബ്രദർ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഞാൻ സാക്ഷ്യം എവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ല, കാരണം അതുപോലെ വലിയ വലിയ ഉപകാരങ്ങളാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത്. എൻ്റെ പപ്പ ചർച്ച് ഓഫ് ഗോഡിൽ പാസ്റ്ററായിട്ട് ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അനേക നോർത്ത് ഇന്ത്യയിലെ പ്ലേസസിൽ ദൈവത്തിൻ്റെ വേല ചെയ്തു വരികയായിരുന്നു. പപ്പ ഏറ്റവും യങ് ഏജിൽ തന്നെ നാട് വിടുകയും ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ബൈബിളും ഇടാനുള്ള ഒരു ഡ്രസ്സും മാത്രമായിട്ട്, ഒരു പാത്രം, ഒരു ലോട്ട എന്ന് വെച്ചാൽ വെള്ളം നിറയ്ക്കുന്ന ഒരു പാത്രം മാത്രമായിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് സുവിശേഷത്തിന് വേണ്ടി നല്ല യൗവനപ്രായത്തിൽ തന്നെ ബൈബിൾ കോളേജിൽ പഠിച്ച ഉടൻ തന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വന്നു. അതിനുശേഷം മധ്യപ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്താണ് പപ്പ ദൈവവേല ചെയ്തത്. പപ്പയോട് കൂടെ 2-3 പേരുണ്ടായിരുന്നു. എന്നാൽ അവരെല്ലാം വലിയ പ്രതികൂലങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ MP വിട്ടിട്ട് തിരിച്ച് നാട്ടിലേക്ക് കടന്നുപോയി. എന്നാൽ പപ്പ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ നീയാണ് എന്നെ അയച്ചെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും എന്നുള്ള ആ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പപ്പായ്ക്ക് ഒരു അസുഖം കടന്നു വരികയും ചങ്കത്ത് കഫം കെട്ടുകയും അതിനുശേഷം അത് കൂടിയിട്ട് മിണ്ടാൻ പോലും മേല, നിൽക്കാനും ഇരിക്കാനും ഒന്നും മേലാതെ നാട്ടിലേക്ക് കടന്നു വന്ന് അത് നാട്ടിൽ ചെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഓപ്പറേഷൻ ചെയ്തു. വീണ്ടും സൗഖ്യം പ്രാപിച്ചിട്ട് വീണ്ടും പപ്പ MP മടങ്ങി വന്ന് അവിടെ ഗ്രാമങ്ങളിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ദൈവം സഹായിച്ചു. പപ്പ എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്, എൻ്റെ മക്കൾ ദൈവവേലയിലായിരിക്കുന്നത് അത് ഞാൻ കഷ്ടം സഹിച്ചതുകൊണ്ട്, ദൈവം എനിക്ക് ആ കൃപ നൽകിയത് കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പപ്പയ്ക്ക് കഴിക്കാനൊന്നുമില്ലായിരുന്നു. പൊടിയരി, ഏറ്റവും കുറഞ്ഞ അരി പോലും മേടിക്കാൻ കാശില്ലാതെ ബൈബിൾ കിട്ടുന്ന പൈസയ്ക്ക്, ആ സമയം 25 പൈസ, 50 പൈസ, അങ്ങനെ പൈസയ്ക്ക് വരെ കൊടുത്തിട്ട് പപ്പ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. കഴിക്കാനൊന്നുമില്ലാത്തപ്പോൾ മാങ്ങയുടെ മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് കല്ലെറിഞ്ഞ് പച്ച മാങ്ങ താഴെ വീഴുന്നത് കഴിച്ച് ദിവസങ്ങൾ ഉണ്ട്. അങ്ങനെ അനേക കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയി. ബൈബിൾ കോളേജിലായിരുന്നപ്പോഴും പപ്പ പറയാറുണ്ട്, എനിക്ക് മാറിയിടാൻ ഡ്രസ്സില്ലായിരുന്നു. എന്നാൽ ആ ഡ്രസ്സ് രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ആരും കാണാതെ ഞാൻ സ്റ്റെപ്പിൽ പോയിരുന്ന് അത് തയ്ച്ച്, ഇങ്ങനെയൊക്കെ തയ്ച്ച് വെക്കുന്നു, അങ്ങനെയൊക്കെ ഞാൻ ഇടുമായിരുന്നു. അതുപോലെ കഷ്ടങ്ങളും പട്ടിണിയും ദാരിദ്ര്യം എല്ലാം സഹിച്ച് അതിന് ശേഷമാണ് പപ്പായ ദൈവം ഉയർത്തിയത്. ചർച്ച് ഓഫ് ഗോഡ് കൽക്കത്ത റീജിയനിൽ കൗൺസിൽ മെമ്പറായിട്ട് ദൈവവേല അവിടെ പപ്പ ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം നേരത്തെ അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പപ്പ നാഗ്പൂർ ആയിരുന്നു. നാഗ്പൂരിൽ വെച്ചാണ് പപ്പയും മമ്മിയുടെയും കല്യാണം കഴിഞ്ഞത്. അതിനുശേഷം ഇവിടുന്ന് മുംബൈയിലേക്ക് പോയി, ഒഡീസയിലേക്ക് പോയി, അങ്ങനെ ഒത്തിരി ഡിഫറെൻറ്റ് പ്ലേസുകളിലേക്ക് കടന്നുപോയി.
കടന്നുപോയി ദൈവവേല ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ബീഹാർ എന്ന് പറയുന്ന സ്ഥലത്ത് പപ്പ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല നല്ല സഭകളിൽ, വലിയ വലിയ സഭകളിൽ പപ്പ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ആ സമയം ചർച്ച് ഓഫ് ഗോഡിലെ മത്തായി പാസ്റ്ററായിരുന്നു ഉണ്ടായിരുന്നത്, ഓവർസിയറായിട്ട്. അപ്പോൾ ആ സമയം കൺവെൻഷനുകളിലും മലയാളം ടു ഹിന്ദി ട്രാൻസ്ലേഷൻ ചെയ്യുന്നതും പപ്പയായിരുന്നു. അങ്ങനെ നല്ലൊരു ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മിനിസ്ട്രിയിൽ നല്ല ഒരു ടോപ്പ് പോയിന്റിൽ എത്തിയെന്ന് പറയാം. അതുപോലെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം ഞാൻ KG1 KG2 പഠിക്കുന്ന സമയമാണ്. എൻ്റെ ബ്രദർ ബീഹാർ വെച്ചാണ് ജന്മം പ്രാപിച്ചത്. ആ സമയമാണ് പപ്പായ്ക്കൊരു ദൈവാലോചന, ദൈവശബ്ദം കേട്ടത്. അന്യജാതികളുടെ മധ്യത്തിൽ കാഹളമൂതുക. എന്നാൽ ചർച്ച് ഓഫ് ഗോഡിലായിരുന്നപ്പോൾ പപ്പായ്ക്കും മമ്മിക്കും അത് വിടാൻ ഒരിക്കലും താല്പര്യമില്ലായിരുന്നു. കാരണം നല്ല സഭ, നല്ല ലൈഫ് സ്റ്റൈൽ, വളരെ കഷ്ടപ്പെട്ട് പട്ടിണിയൊക്കെ കഴിഞ്ഞാണല്ലോ ഇത്ര നല്ല ഒരു ലൈഫ് കിട്ടിയെന്നുള്ള ആ സന്തോഷത്തിലായിരുന്നു. എന്നാൽ ഒരു രീതിയിലും ചർച്ച് ഓഫ് ഗോഡ് വിടണമെന്ന് താല്പര്യം ഇല്ലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആലോചന അത് കേട്ടതിന് ശേഷം അത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, കൺഫർമേഷൻ ആണെങ്കിൽ ആരിൽ കൂടെ എങ്കിലും ദൈവാലോചന അറിയിക്കണേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രാവശ്യം ഒരു ദൈവത്തിൻ്റെ ദാസൻ ഞങ്ങളുടെ സഭയിലേക്ക് നാട്ടിൽ നിന്ന് കടന്നു വന്നു. സഭയിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ ദേവദാസനിൽ കൂടി ഒരിക്കൽ കൂടെ ആ ദൈവശബ്ദം കേട്ടു. ഇനി പണിയാൻ ഇവിടെ നിൽക്കരുത്, അന്യജാതികളുടെ മധ്യത്തിൽ കാഹളമൂതുവിൻ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് ബീഹാർ എന്ന് പറഞ്ഞ സ്ഥലം വിടണം, അല്ലെ ചർച്ച് ഓഫ് ഗോഡ് വിടണം. എന്നാൽ എങ്ങനെ വിടും എന്നറിയില്ല. കാരണം അവിടുത്തെ പാസ്റ്റേഴ്സിനൊക്കെ പപ്പായ ഭയങ്കര കാര്യമായതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, കർത്താവെ ഞങ്ങൾ എങ്ങനെ റിസൈൻ മേടിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ, ആ വർഷം ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നു. ട്രാൻസ്ഫർ ഓർഡർ വന്നപ്പോൾ ഞങ്ങൾ ഒട്ടും പിന്നോട്ട് നോക്കാതെ തന്നെ ഉടൻ തന്നെ ഞങ്ങൾ ഒരുങ്ങി നാഗ്പൂരിലേക്ക് കടന്നു വരുവാനുള്ള ഒരു ആലോചന പപ്പയുടെ മനസ്സിൽ കടന്നു വന്നു. എങ്ങും ആരോടും ചോദിക്കാതെ, ഒന്നും പറയാതെ തന്നെ ഞങ്ങൾ നാഗ്പൂരിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ ഫാമിലിയായിട്ട് പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അതിനുശേഷം നാഗ്പൂരിലേക്ക് കടന്നു വന്നു. എന്നാൽ ഞങ്ങൾക്കറിയില്ലായിരുന്നു നാഗ്പൂരിലേക്ക് ദൈവം ഏത് ഉദ്ദേശത്തോടെയാണ് ഞങ്ങളെ അയക്കുന്നത്. എന്നാൽ 2002-ൽ ഞങ്ങൾ നാഗ്പൂരിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് ഒരു പട്ടിണി എന്താണ്, ദാരിദ്ര്യം എന്താണ്, വസ്ത്രങ്ങൾ ഇടണമെങ്കിൽ അത് കൊതിക്കുന്ന ദിവസങ്ങൾ അന്നാണ് ഞങ്ങൾ പഠിക്കുന്നത്. കാരണം ഞാൻ ഉണ്ടായതിന് ശേഷം എനിക്കറിയാം നല്ല ഒരു ലാവിഷ് ലൈഫായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു ദരിദ്രം എന്താണ്, പാവപ്പെട്ടവരുടെ സ്ഥിതി എന്താണ്, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഞാനൊരു വാക്കിൽ പറയട്ടെ, ഇതെല്ലാം പഠിപ്പിക്കാനാണ് ദൈവം ഞങ്ങളെ നാഗ്പൂരിലേക്ക് അയച്ചത്. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ബൈക്ക് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ബീഹാറിൽ തന്നെ വിറ്റിട്ട് ആ പൈസയായിട്ടാണ് നാഗ്പൂരിലേക്ക് കടന്നു വന്നത്. എന്നാൽ ബൈക്ക് വിൽക്കുമ്പോഴുള്ള പൈസ നിങ്ങൾക്കറിയാം, അത് ഒരു 2-3 മാസം ആയപ്പോൾ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ വാടക കൊടുത്ത് ആ പൈസ എല്ലാം തീർന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോ ദിവസവും പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുകയായിരുന്നു. ഞങ്ങൾ വീട് വാടകയ്ക്കെടുത്ത് ആദ്യത്തെ ആരാധനയിൽ 5 പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, 6 പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ 4 പേരും, പപ്പയും മമ്മിയും ഞാനും എൻ്റെ ബ്രദറും. അതിനുശേഷം എൻ്റെ അച്ഛനും അമ്മായിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ആദ്യത്തെ ആരാധനയിൽ പ്രാർത്ഥിച്ചു, ദൈവത്തോട് നിലവിളിച്ചു, കർത്താവെ, ഏതുദ്ദേശത്തോടെയാണോ ഇവിടെ ഞങ്ങളെ അയച്ചത് ആ ഉദ്ദേശം ഞങ്ങളിൽ കൂടെ പൂർണ്ണമാക്കണമേ. എന്നാൽ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഇസ്രായേലികളോട് ദൈവം പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പുറപ്പെടുക. അവർ അർദ്ധരാത്രിയിലാണ് പുറപ്പെട്ടത്. അർദ്ധരാത്രിയിൽ പുറപ്പെട്ടപ്പോൾ അവർക്കറിയില്ലായിരുന്നു മുമ്പോട്ട് പോകുമ്പോൾ ചെങ്കടലുണ്ട്. എന്നാൽ ദൈവം നേരത്തെ അവരോട് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും പറയുന്നുണ്ട്, യഹോവയായ ദൈവം അവരോട് പറഞ്ഞു. ഞാൻ ഹിന്ദി ബൈബിളാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ അടുത്ത് മലയാളം ബൈബിളാണെങ്കിൽ നിങ്ങളതെടുത്ത് വായിക്കുക. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വചനവും 8-ാം വചനവും. फिर यहोवा ने कहा, मैंने अपनी प्रजा के लोग जो मिस्र में हैं उनके दुख को निश्चय देखा है, और उनकी जो चिल्लाहट परिश्रम करने वालों के कारण होती है उनको भी मैंने सुना है, और उनका पीड़ा पर मैंने चित्त लगाया है, इसलिए अब मैं उत्तर आया हूँ. ഇവിടെ വചനത്തിൽ വായിക്കുന്നത് യഹോവയായ ദൈവമാണ് ഈ വാക്ക് പറയുന്നത്. 7-ാം വചനത്തിൽ, ഞാൻ എൻ്റെ പ്രജയുടെ നിലവിളി കേട്ടു, ഞാൻ അവരുടെ നിലവിളി ഞാൻ കേട്ടു, പരിശ്രമം ഞാൻ കണ്ടു, ഞാൻ അവർക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നു. 8-ാം വാക്യത്തിൽ പറയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുപോലെ
ഇസ്രായേലികൾക്ക് വേണ്ടി ആ 7-ാം വാക്യത്തിൽ പറഞ്ഞ ദൈവം കേട്ടു. ദൈവം നേരത്തെ തന്നെ നമ്മളെക്കുറിച്ച് എല്ലാം പ്ലാൻ ചെയ്യാറുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം അതെല്ലാം കേട്ടതിന് ശേഷമാണ്, അവരുടെ ദുഃഖങ്ങൾ കണ്ടതിന് ശേഷമാണ് അവർക്ക് വേണ്ടി ഒരു വഴി ഒരുക്കി കൊടുത്തത്. ആ ഗുലാമി അല്ലെ സ്ലേവറിയിൽ നിന്ന് അവിടുന്ന് പുറപ്പെടുവാൻ അർദ്ധരാത്രിയിൽ ഇസ്രായേലികൾ റെഡിയായി. എന്നാൽ ഇസ്രായേലികൾക്ക് അറിയില്ലായിരുന്നു മുമ്പിൽ ഒരു ചെങ്കടലുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവമാണ് വിളിച്ചിറക്കിയെങ്കിൽ, ദൈവമാണ് നമ്മളെ കൈ പിടിച്ച് നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രതികൂലങ്ങൾ കടന്നു വരും. എന്നാൽ ആ പ്രതികൂലങ്ങൾ ഒരിക്കലും നമ്മളെ മുക്കിക്കളയുവാൻ ദൈവം ആഗ്രഹിക്കുകയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ എത്ര വലിയ ചെങ്കടലായിക്കോട്ടെ, ആ ചെങ്കടലിനെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ചില ഭാഗത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം ദൂതനെ അയച്ചു. ചില ഭാഗത്തിൽ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം ഒരു കാറ്റ് വീശി, അപ്പോഴാണ് ചെങ്കടൽ അത് 2 ഭാഗമായി ഉണങ്ങിയ നിലത്തിൽ കൂടെ സഞ്ചരിക്കുവാൻ ദൈവം ഇസ്രായേലികളെ സഹായിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ വചനം ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. ദൈവം മുന്നമേ എല്ലാം കരുതിയിട്ടാണ് നമ്മൾ വിശ്വാസത്തിൽ വന്നാലും, വിശ്വാസത്തിലേക്ക് നമ്മൾ ചുവടെ വെച്ചാലും ദൈവം അറിയാതെ നമ്മുടെ തലയിൽ ഒരു മുടി പോലും പൊഴിയത്തില്ലെന്ന് വചനം പറയുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഞങ്ങൾ നാഗ്പൂരിലേക്ക് കടന്നു വന്നു. നാഗ്പൂരിലേക്ക് കടന്നു വന്നതിന് ശേഷം പട്ടിണിയും ദാരിദ്ര്യവും, ഞങ്ങൾക്ക് ഒരു സമയത്തെ ആഹാരമില്ലാതെ വരെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ട് സമയമുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം പപ്പ ദൈവത്തോട് കരങ്ങി ചോദിച്ചു പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങൾക്ക് ചിക്കൻ അല്ലെ മട്ടനെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ട്, എവിടുന്നേലും ഒന്ന് ദൈവം ഒന്ന് പ്രൊവൈഡ് ചെയ്യാമോ? അങ്ങനെ ഒരു ദിവസം പപ്പ ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് രാത്രി ഞങ്ങളുടെ സഭയിൽ വന്നുകൊണ്ടിരുന്ന ഒരു പോലീസ് ഫാമിലി ആയിരുന്നു. ആ പോലീസ് ഫാമിലിയുടെ കൊച്ചുമകൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കൈ ചൂണ്ടി ഒരു രാത്രി 6:30-7 മണിയൊക്കെ ആയപ്പോൾ കൈ ചൂണ്ടി കരയുവാൻ തുടങ്ങി. അത് ആ കൊച്ചിന് സംസാരിക്കാൻ അറിയത്തില്ല, വളരെ കുഞ്ഞാണ് അത്. പക്ഷെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൈ ചൂണ്ടി കരയുകയായിരുന്നു. അപ്പോൾ ഒത്തിരി നേരം കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ അമ്മച്ചി കൊച്ചുമകനുമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അവർ നോക്കിയപ്പോൾ ഞങ്ങൾ 4 പേരും 4 സൈഡിലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഞാൻ പഠിക്കുകയായിരുന്നു. അങ്ങനെ പക്ഷെ വന്നതിന് ശേഷം അവർക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി. അവർ അടുക്കളയിലേക്ക് ചെന്നു. പാത്രമെല്ലാം പൊക്കി നോക്കിയപ്പോൾ ഒന്നും കഴിക്കാനില്ലായിരുന്നു. എല്ലാ പാത്രവും കഴുകി വെച്ചേക്കുന്നത് അവർ കണ്ടു. എന്നിട്ട് അവർ ചോദിച്ചു, പാസ്റ്റർ ജി കഴിച്ചോ എന്ന് ചോദിച്ചു. എന്നാൽ പപ്പ പറഞ്ഞ്, ഇല്ല, കഴിക്കണം, ഞങ്ങൾ രാത്രി കഴിച്ചോളാം, ഇപ്പം സമയമൊന്നും ആയില്ലല്ലോ, അങ്ങനെ അങ്ങ് പറഞ്ഞ് തള്ളിവിട്ടു. എന്നാൽ ആ അമ്മച്ചിക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് അമ്മച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും പാസ്റ്റർ ജി, ഞാൻ ഇപ്പോൾ ടിഫിൻ അയക്കാം, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ടിഫിൻ അയക്കാം, ഇത്ര മാത്രം പറഞ്ഞിട്ട് അമ്മച്ചി പോവുകയും ചെയ്തു. അല്പസമയം കഴിഞ്ഞ് ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മച്ചി ടിഫിനുമായിട്ട് കടന്നു വന്ന്, ആ കൊച്ചുമകനുമായിട്ട് കടന്നു വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്കുള്ള ചപ്പാത്തിയും ചിക്കൻ കറിയും സലാഡും ചോറും എല്ലാം ആയിട്ടാണ് അമ്മച്ചി കടന്നു വന്നത്. എന്നാൽ അങ്ങനത്തെ സിറ്റുവേഷനിലും ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയാതെ, ഒരിക്കലും വിശ്വാസത്തിൽ പരാജയം പ്രാപിക്കാതെ പ്രാർത്ഥനയിലായിരിക്കുവാൻ, എല്ലാ കാര്യങ്ങളും ചോദിച്ച് ദൈവത്തോട് വാങ്ങിക്കുവാനുള്ള കൃപ ദൈവം നൽകി തന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അനേക ദിവസങ്ങൾ കടന്നുപോയി. സഭയിലും ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. ദൈവം വളരെ അത്ഭുതങ്ങൾ ചെയ്തു. ആദ്യം ഞങ്ങൾ സഭയിലേക്ക് കടന്നു വന്ന ഒരു വിശ്വാസി 7 വർഷത്താൽ ഭൂതം ബാധിച്ച് ഒരു ആൻറ്റിയായിരുന്നു. ആ ആൻറ്റി എഴുന്നേറ്റ് നിൽക്കാൻ മേലാതെ എപ്പോഴും ബെഡ് റെസ്റ്റ് ആയിരുന്നു. എന്നാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അവർ അനേക മന്ദിറിലൊക്കെ കടന്നുപോയി, ഒത്തിരി നേർച്ചകളൊക്കെ എടുത്തിട്ടും അവർക്ക് ഒരു സൗഖ്യമില്ലായിരുന്നു. അവരുടെ ഇളയ മകൻ്റെ വയറ്റിൽ നിന്ന് ബ്ലഡായിരുന്നു പോകുന്നത്. അത് ആ ആൻറ്റിയുടെ ഹസ്ബൻഡ് BSNL ഓഫീസറാണ്. എന്നാൽ അവരുടെ വീട്ടിൽ ചെന്ന ഒരു നല്ല കട്ടിൽ പോലും ഇല്ലായിരുന്നു. അങ്ങനത്തെ സിറ്റുവേഷൻ, പൈസ മുഴുവനും മെഡിക്കേഷന് വേണ്ടി പോകുന്ന ഒരു സമയത്താണ് ഞങ്ങളെക്കുറിച്ച് ആരാണ്ട് അവരോട് പറഞ്ഞതും അവർ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുകയും, അവർ വേറെ ഒരു വിശ്വാസിയുടെ വീട്ടിലേക്ക് വരുകയും അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എടുത്തടിക്കുന്ന പോലെ ആ ആൻറ്റി കസേരയിൽ നിന്ന് താഴെ വീണിട്ട് പാമ്പെഴയുന്ന പോലെ അവർ എഴയാൻ തുടങ്ങി. അപ്പോൾ പപ്പയ്ക്ക് ഭൂതത്തിൻ്റെ ശുശ്രൂഷ ഉള്ളതുകൊണ്ട് പപ്പയ്ക്ക് അന്നേരം മനസ്സിലായി. പപ്പ ഉടൻ തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ തലേ കൈവച്ച് ശ്വാസിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ്, 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിൽ വെക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവർ പറഞ്ഞു, ഓക്കെ, നാളെ തൊട്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന വെക്കാൻ പറഞ്ഞു. അങ്ങനെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വീട്ടിൽ വെച്ചു. 3-ാമത്തെ ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞപ്പോൾ കട്ടിലയിൽ നിന്ന് ആ ആൻറ്റി എഴുന്നേറ്റ് ഞങ്ങൾക്ക് വേണ്ടി ചോറുണ്ടാക്കി തന്നു. ചോറും കറിയും ഉണ്ടാക്കി സന്തോഷത്തോടെ
സൗഖ്യം പ്രാപിച്ച് ഞങ്ങളും സന്തോഷത്തോടെ ആ ഭോജനം ആ വീട്ടിൽ നിന്ന് കഴിച്ച് മടങ്ങുവാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവം സർവശക്തനാകുന്ന ദൈവമാണ്. അന്ന് തൊട്ട് ഞങ്ങളും ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ചെറുപ്പം തൊട്ടേ കാണുകയായിരുന്നു. ഞങ്ങൾക്കും വിശ്വാസം വർദ്ധിച്ചു. കാരണം ഞങ്ങൾക്ക് കഴിക്കാനൊന്നും ഇല്ലപ്പോഴും പപ്പയും മമ്മിയും പറഞ്ഞത്, നിങ്ങൾ യേശുപ്പച്ചനോട് ചോദിച്ചാൽ മതി, യേശുപ്പച്ചൻ തരും. ഞങ്ങൾക്ക് ഡ്രസ്സ് മാറിയിടാനൊന്നുമില്ലായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യം ഓർത്ത് നാഗ്പൂരിലേക്ക് കടന്നു വരുമ്പോൾ ചിലപ്പോൾ നല്ല ലിവിങ് ആയിരിക്കും. ചർച്ച് ഓഫ് ഗോഡിൽ ഞങ്ങൾ ബീഹാറിലായിരുന്നപ്പോൾ അതുപോലത്തെ ഒരു നല്ല ലൈഫായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോഴും അങ്ങനെയായിരിക്കും എന്ന് വെച്ച് ബീഹാറിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ നല്ല നല്ല ഉണ്ടായിരുന്ന ഡ്രസ്സസ് എല്ലാം ഗ്രാമങ്ങളിൽ ചെന്ന് പാവപ്പെട്ടവർക്ക് കൊടുത്തു. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്കൊരു ഡ്രസ്സ് പോലും മാറിയിടാനില്ലായിരുന്നു. അനേക ദിവസങ്ങൾ കഴിഞ്ഞ് ഡ്രസ്സ് മാറിയിടാനില്ല, വീട്ടിലിടുന്നതും സെയിം, വെളിയിൽ പോകുന്നതും അത് തന്നെ കഴുകിയിട്ടിട്ടായിരുന്നു, അത് തന്നെ എടുത്താണ് സെയിം ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്നത്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കടന്നു വന്നപ്പോൾ എങ്ങും ഞങ്ങൾ കല്യാണത്തിന് പോകാറില്ലായിരുന്നു, എങ്ങും ബർത്ത്ഡേ പാർട്ടീസിന് പോകാറില്ലായിരുന്നു, എങ്ങും ഞങ്ങൾ പോകാറില്ലായിരുന്നു. കാരണം ഡ്രസ്സില്ല. ഓരോരുത്തർ വന്ന് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ കരയുമായിരുന്നു, മമ്മി ഞാൻ പോയിക്കോട്ടെ അവരുടെ കൂടെ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. എന്നാൽ മമ്മി എൻ്റെ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറയുമായിരുന്നു, അല്ല യേശുപ്പച്ചൻ പറയുമ്പോൾ നമുക്ക് പോകാം മോനെ, നമുക്ക് ഡ്രസ്സില്ലല്ലോ. അങ്ങനെ മമ്മി എന്നോട് പറയുമായിരുന്നു. എന്നാൽ മമ്മിയും കരയുമായിരുന്നു. കുറെ കഴിഞ്ഞ് മമ്മി എനിക്ക് വിശ്വാസത്തിൻ്റെ വാക്കുകൾ എന്നോട് പറഞ്ഞു തരുമായിരുന്നു. എന്നാൽ പോലും മമ്മി മാറി നിന്ന് കരയുമായിരുന്നു, ദൈവമേ ഞങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം തരണമേ. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു പ്രാവശ്യം 2006 ഒരു അങ്കിൾ, എൻ്റെ അമ്മാച്ചൻ്റെ ഒരു ഫ്രണ്ടാകുന്ന അങ്കിൾ ഫോറിനിലായിരുന്നു. അപ്പോൾ ആ അങ്കിൾ പറഞ്ഞ്, ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ആരെങ്കിലും പാവപ്പെട്ട പാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഡ്രസ്സ് ഈ വർഷം ഗിഫ്റ്റ് തരുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ പാസ്റ്റർ പറഞ്ഞു. അപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു കാർഡ് ബോർഡ് നിറച്ച് ഞങ്ങൾക്കുള്ള ഡ്രസ്സ് ദൈവം ആ വർഷം പ്രൊവൈഡ് ചെയ്ത്. 2002 വന്നതിന് ശേഷം 2006 ഞങ്ങൾ നല്ല ഡ്രസ്സ് ഇടാൻ, ഞങ്ങൾ നല്ല ഡ്രസ്സ് കണ്ടത്. അത്രയും വർഷക്കാലം വളരെ അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. വളരെ കഷ്ടങ്ങളിൽ കൂടി ഞങ്ങൾക്ക് കടന്നു പോകുവാൻ ദൈവം പഠിപ്പിച്ചു. ആ 2006 തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ അനേക പ്രതികൂലങ്ങൾ കടന്നു വന്നു. ഒരു ദിവസം രാത്രി ഞങ്ങൾ 4 പേരും രോഗികളായി റൂമിൽ തന്നെ കിടക്കുകയായിരുന്നു. അന്നേരം ഞങ്ങൾക്ക് ഇരിക്കാനൊന്നുമില്ല, കസേരയൊന്നുമില്ല, ഷീറ്റ് തറ വിരിച്ചിട്ടാണ് ഞങ്ങൾ കിടക്കുന്നതും ഇരിക്കുന്നതും എല്ലാം. കാരണം കസേരയില്ല, കട്ടിലില്ല. ചർച്ച് ഓഫ് ഗോഡിൽ പോകുന്നവർക്ക് അറിയായിരിക്കും, ഈ ഓർഗനൈസേഷൻ പാസ്റ്റേഴ്സിനൊന്നും മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം പാർസനേജിലെല്ലാം ഉണ്ട്. എന്നാൽ ഞങ്ങൾ അതുകൊണ്ടൊന്നും സാധനമൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ലായിരുന്നു ഞങ്ങളുടെ ലൈഫിന് വേണ്ടി. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഒന്നുമില്ലായിരുന്നു. താഴെ ഷീറ്റ് വിരിച്ചായിരുന്നു ഞങ്ങൾ ഇരിക്കുന്നതും കിടക്കുന്നതും. രാത്രി ഷീറ്റ് വിരിച്ചിട്ട് കിടന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഷീറ്റ് വേറെ ഒരു സൈഡ്, ഞങ്ങൾ വേറെ ഒരു സൈഡ്. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. എന്നാൽ ഞങ്ങൾ 4 പേരും രോഗികളായി തീർന്നു. ഒരു പ്രാവശ്യം ആ 4 പേരും രോഗികളായി തീർന്നിട്ട് ഞങ്ങൾക്ക് ആശുപത്രി പോകാൻ പൈസ ഇല്ലായിരുന്നു. ആശുപത്രി പോകാൻ പൈസ ഇല്ലാതെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കടന്നുകൊണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. പപ്പയും മമ്മിയും കടന്നുകൊണ്ടും ആത്മാവിലായി ആരാധിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ രോഗിയാകുമ്പോൾ എത്രയായാലും ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ നമ്മളെ സുഖമായിട്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പോലെയുള്ള ആ ഊർജ ആക്റ്റീവ്നെസ് നമ്മൾക്ക് കിട്ടുകയില്ലല്ലോ. എന്നാൽ പോലും ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പപ്പയ്ക്ക് ഇച്ചിരി എന്തോ ഒരു വ്യത്യാസം തോന്നി. പപ്പ തന്നെ ചാടി എഴുന്നേറ്റു. എന്നാൽ ഈ ദിവസങ്ങളെല്ലാം 2-3 ദിവസങ്ങളിലും എൻ്റെ കൂട്ടുകാരൊക്കെ, ആ ഏരിയയിലെ പിള്ളേരൊക്കെ വന്ന് കഥ തുറന്ന് നോക്കാറുണ്ട്. ഞങ്ങളെല്ലാം തറയിൽ ഇങ്ങനെ കിടക്കുന്ന അവർ കാണാറുണ്ട്. അയൽവക്കംകാരൊക്കെ പറയാറുണ്ട്. എന്നാൽ ആരും വന്ന് ഞങ്ങളോട് പറയുന്ന പോലും ഇല്ല, എന്നാൽ നിങ്ങൾ ആശുപത്രിയിൽ പോകുന്നോ അല്ലെ ആര് ഹെൽപ്പ് ചെയ്യുമോ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ അങ്ങനെയും കിടക്കുകയാണ് തറയിൽ. കാരണം ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാൻ പൈസയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പപ്പ എങ്ങനെയോ മൂന്നാമത്തെ 4-ാമത്തെ ദിവസം പപ്പ എഴുന്നേറ്റു. അതിനുശേഷം പപ്പ ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് 3-4 ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ എഴുന്നേറ്റ് കാപ്പി കുടിച്ച് റസ്കും കാപ്പിയും ചായയൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ വളരെ അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. സ്കൂളിൽ അഡ്മിഷൻ്റെ സമയമായപ്പോൾ എനിക്ക് ബീഹാറിൽ നിന്ന് വന്ന് അല്പം പൈസ കൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങ് അഡ്മിഷൻ എടുത്തു. എന്നാൽ എൻ്റെ ബ്രദറിന് അഡ്മിഷൻ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എൻ്റെ ബ്രദർ നഴ്സറി KG1 ഒന്നും പഠിച്ചിട്ടില്ല, ഡയറക്റ്റ് KG2 ഇട്ടത്. കാരണം ആ 2 വർഷം സ്കൂളിൽ വിടാൻ പൈസ ഇല്ലായിരുന്നു, പഠിപ്പിച്ചുമില്ല.
ഒന്നുമില്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ, എങ്ങനെയൊക്കെയോ അവനെ ഒരു ചെറിയ കോൺവെന്റ് സ്കൂളിൽ KG 2 ഡയറക്റ്റ് ചെന്നിട്ടു. അവിടുന്ന് പഠിച്ച് മുമ്പോട്ട് പോകാനുള്ള ആ ആഗ്രഹം പപ്പ എപ്പോഴും പറയായിരുന്നു, നിങ്ങൾ വലുതായി നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. ഇങ്ങനെയൊക്കെ പപ്പയും മമ്മിയും എപ്പോഴും ഞങ്ങളോട് പറയുമായിരുന്നു. എന്നാൽ പോലും ഞങ്ങളുടെ മനസ്സും തകരാറില്ലായിരുന്നു. എന്ത് വേണേലും പപ്പയും മമ്മിയും പറയായിരുന്നു, പ്രാർത്ഥിച്ച് യേശുപ്പച്ചനോട് മേടിച്ചാൽ മതി, യേശുപ്പച്ചൻ തരും. അങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും ദൈവത്തോട് മേടിക്കാൻ, അത് അനുഭവിക്കുവാൻ ദൈവം ഇത്ര വർഷക്കാലം ദൈവം സഹായിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഫിറോൻ സൈന്യം ചെങ്കടൽ വരെയും അവരുടെ പിന്നാലെ പിന്തുടർന്നുകൊണ്ടിരുന്ന് അവരെ ഞാൻ കൊള്ള പ്രാപിക്കുന്ന പോലെ, ലൂട്ട് മാറുക, അവരെ ഞാൻ കൊള്ള പ്രാപിക്കുന്ന പോലെ, അവരുടെ എല്ലാ സാധനങ്ങൾ ഞാൻ കൊള്ള പ്രാപിക്കുന്ന പോലെ ലൂട്ട് മാറുക എന്നാണ് ഫിറോൻ പറയുന്നത്. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ അവരെ പിന്തുടരും, ഞാൻ അവരെ നശിപ്പിക്കും. അങ്ങനത്തെ വാക്കുകളാണ് ഫിറോൻ ഇസ്രായേലികളെ കുറിച്ച് പറഞ്ഞ് അവരുടെ പിന്തുടർന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഇസ്രായേലികളെ ദൈവം വിടുവിച്ചു. ഫിറോനും സൈന്യത്തെയും ദൈവം ആ ചെങ്കടൽ മുക്കി കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതേ അവസ്ഥയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. എപ്പോഴും ഞങ്ങൾക്ക് അന്ധകാര ശക്തി തടസ്സം ഇടുന്നത് പോലെ, അല്ലെ, എന്ത് വന്നാലും പ്രാർത്ഥിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. നിങ്ങൾക്കറിയാം, നാഗപ്പൂർ എന്ന് പറയുന്ന പേര് തന്നെ നാഗത്തിൻ്റെയാണ്. ഇവിടെ എവിടെയും ചെന്നാൽ നാഗത്തിൻ്റെ ചിഹ്നമാണ് ഇവിടെ ഉള്ളത്. പാമ്പിൻ്റെ ചിഹ്നമാണ്. ഇവർ പാമ്പിൻ്റെ ദൈവത്തെ ആരാധിക്കുന്നവരാണ് മാക്സിമം പേരും. എന്നാൽ ഇപ്പോൾ മുസ്ലിംസും ക്രിസ്ത്യൻസും ഒക്കെ ഉണ്ട്. എന്നാൽ ഞങ്ങൾ വന്ന ആ സമയത്ത് യേശു ആരാന്ന് പോലും ഇവിടുത്തെ ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബീഹാറിൽ നിന്ന് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ആലോചന ഉണ്ടായിരുന്നു. ഇടം വലം ഒന്നും അറിയത്തില്ലാത്തവരുടെ മധ്യത്തിലാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. അതുകൊണ്ട് വചനം സ്പഷ്ടമായിട്ട് അവരെ പഠിപ്പിച്ചോണം. അങ്ങനെ പറഞ്ഞാണ് ദൈവം അയച്ചത്. എന്നാൽ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇങ്ങനത്തെ ആൾക്കാരാണ്. അവർക്കൊന്നും അറിയില്ല, യേശു ആരാന്നറിയില്ല, രക്ഷയുടെ മാർഗം എന്താണെന്നറിയില്ല. നമ്മൾ പറഞ്ഞു കൊടുത്താലും ഒരു കാര്യം എത്ര പ്രാവശ്യം പറഞ്ഞാലായിരുന്നു ആ സമയം ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ഇപ്പോൾ വളരെ പ്രോഗ്രസ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ഒരു ഡെവലപ്ഡ് സിറ്റി ആയിത്തീർന്നു നാഗ്പൂർ. ഒരു നല്ലൊരു സിറ്റി ആയിത്തീർന്നു. ഇപ്പോൾ പഠിത്തം എല്ലാവരും പഠിക്കുവാനും ജോലിക്കാരും ഒക്കെ ആയതുകൊണ്ട് ഇപ്പം നല്ലൊരു ഡെവലപ്ഡ് സിറ്റി ആയിത്തീർന്നു. എന്നാൽ ഞങ്ങൾ വന്ന സമയം ഇങ്ങനെയല്ലായിരുന്നു. എന്നാൽ ആ സമയത്തും നാഗ്പൂരിൽ കഷ്ടപ്പാടും പട്ടിണിയായിട്ടും ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ ദൈവം ധൈര്യം നൽകി തന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് അനേക ചർച്ചസിലേക്ക് പപ്പയെ വിളിച്ച് ശുശ്രൂഷിക്കുവാൻ വേണ്ടി. അപ്പോൾ പപ്പ പറഞ്ഞു, ഇല്ല, എന്നെ ദൈവം നാഗ്പൂരിൽ വിട്ടെങ്കിൽ ഞാൻ നാഗ്പൂരിൻ്റെ മണ്ണിൽ തന്നെ മരിക്കും, ഞാൻ ഇവിടെ തന്നെ അടക്കപ്പെടും. ഇങ്ങനെ പപ്പ പറയുന്നത് ഞങ്ങൾ കേൾക്കുമായിരുന്നു. അപ്പോൾ ചെറുപ്പം തൊട്ടേ പ്രാർത്ഥനയും ചെറുപ്പം തൊട്ടേ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുവാനും ദൈവം സഹായിച്ചതുകൊണ്ട് വിശ്വാസത്തിൽ ഞങ്ങൾക്ക് മുന്നേറുവാൻ ദൈവം സഹായിച്ചു. അനേക പ്രാവശ്യം സാത്താൻ ഞങ്ങളെ പൂർണ്ണമായിട്ടും തകർത്ത് കളയുവാൻ സാത്താൻ ഞങ്ങളെ ആഗ്രഹിച്ചു. പപ്പയുടെ ജീവിതത്തിലും അതുപോലെ തന്നെ വേലയിൽ വരുന്നതിന് മുമ്പും വരുന്ന ശേഷവും ഈ കഴിഞ്ഞ വർഷക്കാലവും സാത്താൻ വളരെ ശക്തിയായിട്ട് വേല തകർത്ത് കളയുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയട്ടെ, ഇന്ന് ജീവനുള്ളവരുടെ മധ്യത്തിൽ ജീവിച്ചിരിക്കുവാൻ ഞങ്ങൾ 4 പേരെയും ദൈവം സഹായിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ ബ്രദറിനെ അനേക പ്രാവശ്യം സാത്താൻ നശിപ്പിച്ച് കളയുവാൻ ആഗ്രഹിച്ചു. ടൈഫോയിഡ് വന്ന സീരിയസ് ആയ കണ്ടീഷൻ. ആ സമയത്തും ഹോസ്പിറ്റലിൽ പോകാനൊന്നും പൈസയില്ലായിരുന്നു. എന്നാൽ പപ്പ നാട്ടിൽ ചെന്ന് നാട്ടിലെ സ്ഥലം വിറ്റ് അവിടുത്തെ പൈസ എന്തൊക്കെ കിട്ടിയോ ആ സമയം മമ്മിയും എൻ്റെ ബ്രദറും 2 പേരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അപ്പോൾ ആ സമയം എൻ്റെ മാമാജി ഇവിടെ ഉണ്ടായിരുന്നു, അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു കൊണ്ട് അവരായിരുന്നു ഹോസ്പിറ്റലിൽ നിൽക്കുന്നതും വരുന്നത്. അപ്പോൾ അത്രയും 2 to 3 ഡേയ്സിന് ഇടയ്ക്ക് പപ്പ നാട്ടിൽ പോയി പൈസ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വന്നു. ഇവിടെ ഹോസ്പിറ്റൽ മെഡിക്കലിൽ കിടന്നു. എന്നാൽ മമ്മിക്ക് ഒരു സൗഖ്യവും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയില്ലായിരുന്നു. മമ്മിയും ടൈഫോയിഡായി സീരിയസ് ആയിരുന്നു. എന്നാൽ ഞാൻ സ്വപ്നം കണ്ടിരുന്നു, മമ്മി ഇങ്ങനെ ഇരിക്കുമ്പോൾ മമ്മിയുടെ പുറകെ ഒരു ആഫ്രിക്കൻ്റെ ഡ്രസ്സിട്ട് ഒരു വ്യക്തി ഡാൻസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ഇങ്ങനെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. കാരണം ഞാൻ ആ സമയം 3rd സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് മനസ്സിലായില്ലായിരുന്നു അത് ദൈവത്തിൻ്റെ ദർശനമാണ് ദൈവം എനിക്ക് നൽകി തരുന്നതെന്ന്. ഞാനത് പറഞ്ഞതിൻ്റെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മമ്മിക്ക്
എനിക്ക് അസുഖം ആരംഭിക്കുകയായിരുന്നു. ടൈഫോയിഡ് എന്ന് പറഞ്ഞ അസുഖം വന്ന് കൂടിപ്പോയിരുന്നു. സത്യം പറഞ്ഞാൽ മമ്മി മരിച്ചു പോകേണ്ടിയതായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കരുണയാൽ ദൈവം സൗഖ്യം നൽകി തന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ജീവിതത്തിലെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത്, ഏതൊക്കെ രോഗം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നോ അതെല്ലാം സാത്താൻ ത്രൂ ആയിരുന്നു. നമ്മൾ പറയാറുണ്ടല്ലോ, അസുഖമാണ്, തീരെ വയ്യ, അല്ലെ മേലാഴികയാണ്. എന്നാൽ ഞാൻ ജസ്റ്റ് ഒരു ഹിന്റ്, എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. ദൈവവേല ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർത്തോണം, അത് രോഗമല്ല. രോഗം വന്നിട്ടുണ്ടെങ്കിൽ അത് സാത്താൻ നമ്മളെ രോഗികളാക്കുന്നതാണ്, ദൈവത്തിൻ്റെ വേല ചെയ്യാതെ ഇരിക്കുവാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇനിയും സാക്ഷ്യത്തിൽ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അതിനുശേഷം എൻ്റെ ബ്രദറിന് സൗഖ്യം കിട്ടി. അതിനുശേഷം എൻ്റെ ബ്രദർ സ്കൂളിൽ പോയപ്പോൾ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങൾ ഓടിക്കളിച്ചതാണ്. താഴെ വീണ് മുട്ടുപൊട്ടി. ആ മുട്ടുപൊട്ടിയിട്ട് പഴുത്ത് അതിൽ നിന്ന് നാറ്റം വരുവാൻ തുടങ്ങി, അതിൽ നിന്ന് പസ്സ വരുവാൻ തുടങ്ങി. എന്നാൽ ആ സമയം പപ്പയും മമ്മിയും പറയായിരുന്നു, ഒരു കുഴപ്പമില്ല, നമുക്ക് യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാം, കാരണം ഹോസ്പിറ്റലിൽ പോകാൻ പൈസയില്ല. അപ്പോൾ പറഞ്ഞു, നമുക്ക് യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട് എണ്ണ ഞങ്ങൾക്ക് തന്ന്, എന്നിട്ട് മമ്മി ആ പ്രാർത്ഥിച്ച എണ്ണ എടുത്ത് യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം അങ്ങനെ പറഞ്ഞ് തേച്ച് തരുമായിരുന്നു. അതൊരു പാട് പോലുമില്ലാതെ ദൈവം സൗഖ്യം നൽകി തന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഡോക്ടറാൽ അസാധ്യം, എന്നാൽ നമ്മുടെ ദൈവത്താൽ സാധ്യമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നാണ് ദൈവം പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് പ്രതികൂലം കടന്നു വന്നാലും ഇപ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും എന്താണ് പറയുന്നത്, ലോകത്തിൻ്റെ സയൻസ് നോക്കിയാൽ നമ്മൾ എല്ലാത്തിനും മെഡിക്കേഷൻ എടുക്കണം. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെയും ചിലർ പറയാറുണ്ട്, സംതിങ് മെൻ്റലി ആയിരിക്കും, ഭക്തരാകണം, എന്നാൽ ഇങ്ങനെയൊന്നും ആകരുത്, മെഡിക്കേഷൻ എടുക്കേണ്ട സമയം മെഡിക്കേഷൻ എടുക്കണം, ഇങ്ങനെ പറയാറുണ്ട്. എന്നാൽ ഞങ്ങളുടെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്, മാക്സിമം ടൈം ഞങ്ങൾ രോഗികളായത് നല്ലതായിട്ട് ശുശ്രൂഷ മുമ്പോട്ട് മുന്നേറി വരുമ്പോൾ, നല്ല മിനിസ്ട്രി മുന്നോട്ട് മുന്നേറി വരുമ്പോഴാണ് പെട്ടെന്ന് സഡൻ ഞങ്ങൾ രോഗികളാകുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ദർശനം കാണിക്കാറുണ്ട്, സാത്താന്റെ ശക്തി ഞങ്ങളുടെ പുറകെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഏത് രോഗം വന്നാലും ദൈവത്തിൻ്റെ വേലയിൽ മുന്നേറുമ്പോൾ ഇത് സാത്താൻ്റെ പ്രവൃത്തി തന്നെ. അതുകൊണ്ട് രോഗം വന്നാലും കൈവച്ചങ്ങ് ശാസിക്കുകയാണ്, കൈവച്ചങ്ങ് പ്രാർത്ഥിക്കുകയാണ്, സാത്താനെ നീ തോറ്റവനാകുന്നു, നിനക്ക് ഒരധികാരവും ഇല്ല, അങ്ങനെ പറഞ്ഞ് ഇത്രത്തോളം ദൈവം ഞങ്ങൾ ജയം നൽകി തന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ഞാൻ 9th പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എക്സാമിൻ്റെ സമയം കടന്നു വന്നു. എക്സാമിൻ്റെ സമയം കടന്നു വന്നപ്പോൾ ലാസ്റ്റ് ഫീസ് കൊടുക്കാനുള്ള സമയമായപ്പോൾ ക്ലാസ്സിൽ ഫീസ് കൊടുക്കാത്ത എല്ലാ കുട്ടികളെയും പുറത്തിറക്കി. അപ്പോൾ എന്നെയും പുറത്തിറക്കിയിട്ട് പറഞ്ഞു, നാളെ ഫീസ് തന്നില്ലെങ്കിൽ എക്സാം നിങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞു. എന്നാൽ അതിൻ്റെ പിറ്റേ ദിവസം എക്സാമിൻ്റെ സമയമായപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ ഞാൻ സ്കൂളിൽ പോകത്തില്ല, ഞാൻ എക്സാം കൊടുക്കത്തില്ല, കാരണം ടീച്ചർ ഇന്നും എന്നെ വഴക്ക് പറയും. പപ്പ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും മോള്, പൈസ നമുക്കില്ലല്ലോ, ഒന്നും നീ പേടിക്കണ്ട, നീ ഇങ്ങോട്ട് വാ, ഞാൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ച് നിന്നെ വിടാമെന്ന് പറഞ്ഞ്. അങ്ങനെ പപ്പ എൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ച് എന്നെ സ്കൂളിലേക്ക് അയച്ചു. സ്കൂളിലേക്ക് കടന്നു ചെന്നതിന് ശേഷം ഫീസ് കൊടുക്കാത്ത എല്ലാ പിള്ളേരുടെയും പേര് വായിച്ചിട്ട് പറഞ്ഞു, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തോട്ട് വരുവാൻ പറഞ്ഞ്. എന്നാൽ ഞാൻ അവിടെ അനങ്ങാതെ ഇരുന്ന്, എൻ്റെ മനസ്സിൽ ആരോ പറയുന്ന പോലെ, നീ അനങ്ങണ്ട, നീ അവിടെ തന്നെ ഇരുന്നു, അങ്ങനെ ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ അങ്ങനെയും അവിടെ ഇരുന്ന് ഞാൻ ഓർത്ത്, എൻ്റെ പേര് വിളിക്കുവാണെങ്കിൽ ഞാൻ പോകാം, കാരണം എനിക്ക് ഉള്ളിൽ ഭയം ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു, എന്താണ് ടീച്ചേഴ്സ് പറയുന്നത്. എന്നാൽ ടീച്ചേഴ്സ് ചെക്ക് ചെയ്തിട്ട് അവരങ്ങ് പോയി, എക്സാം കൊടുത്തു, എക്സാമിന് പാസ്സായി. എന്നാൽ റിസൾട്ടിൻ്റെ സമയം ഞങ്ങൾ പോയില്ല സ്കൂളിൽ, കാരണം ഫീസ് കൊടുക്കാനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ആ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ദൈവമേ ഫീസ് കൊടുക്കണമല്ലോ, റിപ്പോർട്ട് കാർഡ് മേടിക്കണമല്ലോ, എന്താണ് ചെയ്യേണ്ടതെന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നാട്ടിൽ അവധിയുടെ സമയത്ത് നാട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് കറക്റ്റ് ഫീസ് കൊടുക്കുവാനുള്ള പൈസ ഒരു അങ്കിൾ ത്രൂ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നു. ആ ഫീസുമായിട്ട് കുറച്ച് ബനാന ചിപ്സും മേടിച്ചുകൊണ്ട് പ്രിൻസിപ്പലിൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നു. അപ്പോൾ പ്രിൻസിപ്പൽ ചോദിച്ച്, എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോൾ പപ്പ പറഞ്ഞു, ഞങ്ങൾ ഫീസ് പേ ചെയ്യാനാണ് വന്നത്. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, പോസിബിളേ അല്ല, ഞങ്ങളുടെ സ്കൂൾ
സ്കൂളിൽ ഫീസ് കൊടുക്കാതെ ഒരു കുട്ടിയും പോലും എക്സാം കൊടുക്കുകയില്ല. ഫീബ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഇല്ല മാം, എൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു ആ സമയം ഫീസ് കൊടുക്കുവാൻ, അതുകൊണ്ടാണ് ഞാനൊന്നും പറയാഞ്ഞത്. അപ്പോൾ മാഡം ചോദിച്ചു, അപ്പോൾ നിൻ്റെ പേര് വിളിച്ചില്ല ടീച്ചേഴ്സ് വന്ന് ഫീസ് കൊടുക്കാഞ്ഞേന്? അപ്പോൾ ടീച്ചേഴ്സ് അവിടെ എല്ലാം ഫയൽ തപ്പുന്നുണ്ട്. ഫേബ കൊച്ചൊലിക്കൽ, ഫേബ ബേബിച്ചൻ്റെ ഫയൽ എന്തിയെ, ഫയൽ എന്തിയെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. എന്നാൽ ആർക്കും പിടുത്തം കിട്ടിയില്ല. എവിടെയോ എന്താണ് പറയുന്നത്, അവിടുത്തെ വർക്കർ വന്ന് ഫയലെല്ലാം ക്ലീൻ അപ്പ് ചെയ്ത് അവിടെ എല്ലാം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഏറ്റവും അടിയിൽ എൻ്റെ ഫയൽ ഇരിക്കുന്നത് അവർ കണ്ടു. അപ്പോൾ അന്നേരം പപ്പ ഒരു വാക്ക് പറഞ്ഞ്, ഈ ഫയൽ ഇത്ര അടിയിൽ പോയ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? ഞങ്ങൾക്ക് ഫീസ് കൊടുക്കുവാനില്ലായിരുന്നു. എന്നാൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം മാഡത്തിൻ്റെ കണ്ണടച്ചു കളഞ്ഞു, ആ ഫയല് ഒളിച്ചു വെച്ച് കളഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അന്ന് ആ ടീച്ചർ വളരെ ആശ്ചര്യപ്പെട്ടിട്ട് പറഞ്ഞ്, ടീച്ചർ ആ പ്രിൻസിപ്പള് വിശ്വാസിയാ, എന്നാൽ അവരുടെ വിശ്വാസം അന്ന് വർദ്ധിച്ചു. അവർ പറഞ്ഞു, പാസ്റ്റർ ഐ സല്യൂട്ട് യു ഫോർ യുവർ ലൈഫ്. കാരണം അതുപോലത്തെ പ്രാർത്ഥനയുള്ള ലൈഫ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ എൻ്റെ ഈ സ്കൂൾ ഹിസ്റ്ററിയിൽ ഇതുപോലെ ഒന്നും സംഭവിച്ചിട്ടേയില്ല. ഇത് ആദ്യത്തെ കുട്ടിയാണ് ഫീസ് പേ ചെയ്യാതെ എക്സാം കൊടുത്തതെന്ന് അവർ പറഞ്ഞു. എന്നാൽ ആ സമയം അവർ പറഞ്ഞു, ജീസസ് ഇസ് അലൈവ് ആൻഡ് ഹീ ക്യാൻ ഡു എവറിത്തിങ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്നും യേശു ക്രിസ്തു ജീവിക്കുന്നു, അത്ഭുതങ്ങൾ ചെയ്യുവാൻ അവൻ ശക്തനാകുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ എക്സാമിനേഷൻസ് എല്ലാം ക്ലിയറായി. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ ബ്രദറിന് വേണ്ടി. ബ്രദർ പഠിത്തം എല്ലാം കഴിഞ്ഞു, നല്ല സ്കൂളിൽ ബ്രദറിനും അഡ്മിഷൻ കിട്ടി. ഞങ്ങളുടെ സ്ഥിതിക്കൊന്നും അത്രയും മാറ്റം വന്നില്ല, എന്നാൽ അല്പം ഞങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വന്നു. ഓരോരുത്തരിൽ കൂടെ ഞങ്ങൾക്ക് ചിലർ കട്ടിൽ സ്പോൺസർ ചെയ്തു വിശ്വാസത്തിൽ വന്നതിന് ശേഷം. ചിലർ കട്ടിലിനുള്ള പൈസ തന്നു, ചിലർ TV മേടിക്കുവാനുള്ള പൈസ തന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലുള്ള ഓരോ സാധനവും ഓരോ വിശ്വാസികൾ സ്പോൺസർ ചെയ്ത പൈസ കൊണ്ട് മേടിച്ചതാണ്. അപ്പോൾ ആ സമയം വീട്ടിലായിരുന്നു ആരാധന നടക്കുന്നത്. വളരെ ശക്തമായിട്ട് സഭ ഉയർന്നു വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്നാൽ ആ സമയത്താണ് എന്തോ ഒരു പ്രശ്നം. അയലോക്കംകാർക്ക് ആരാധന അത്ര അങ്ങോട്ട് പറ്റുന്നില്ല, അവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അവർ പറഞ്ഞു. ആരാധനയിൽ അവരെന്തോ പുറത്ത് ചെന്ന് ശരിക്കും ചെയ്തു വെച്ചു സഭയുടെ വിരോധമായിട്ട്. എന്നാൽ നമ്മൾ അതിലൊന്നും വിശ്വസിക്കത്തില്ല, നമ്മൾ അതിലൊന്നും വിശ്വസിക്കാറുമില്ല. എന്നാൽ അത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. ആ ഒരു ചർച്ച് ഞങ്ങൾ കറണ്ട് ചാർജ് മാത്രം അടിച്ച്, ഒരു അങ്കിള് ഞങ്ങൾക്ക് ചർച്ച് ഫ്രീയിൽ തന്നിരുന്നു. കറണ്ട് ചാർജ് മാത്രം അടിക്കാൻ അവർ പറഞ്ഞിരുന്നു. എന്നാൽ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ കതകൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ക്രോസ് വെട്ടിയിട്ടേക്കുന്നത് പോലെ കണ്ടു. അപ്പോൾ പപ്പ പറഞ്ഞു, ഇനി ചിലപ്പോൾ നമുക്കിവിടെ ആരാധന നടക്കുകയല്ലെന്ന് തോന്നുന്നു, ഞാനിങ്ങനെ ദർശനം കണ്ടു. അപ്പം ഞങ്ങൾ വിശ്വസിക്കുന്നു അത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. മനുഷ്യരെന്ത് ചെയ്താലും എന്ത് സാത്താൻ പ്രവർത്തിച്ചാലും ദൈവം അറിയാതെ ഒന്നും നടക്കുകയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അത് വിശ്വസിച്ചു, അത് ദൈവഹിതമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ വിട്ട്. എന്നാൽ ആ സഭ വിട്ടപ്പോൾ സഭ പൂർണ്ണമായിട്ടും തകർന്നു പോയിരുന്നു. എല്ലാവരും ഛന്നം ഭിന്നമായിരുന്നു. അത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ട് സഭയെ പ്രാർത്ഥിച്ച് അത്രയും കൊണ്ടുവന്നത് പൂർണ്ണമായിട്ടും സഭ തകർന്നു പോയ സ്ഥിതി പോലെയായിരുന്നു. എന്നാലും ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് ജയം പ്രാപിക്കും. 2-3 ഫാമിലി മാത്രം ലാസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. 150 പേര് വന്നു. 70 to 80 പേര് വന്നുകൊണ്ടിരുന്ന സഭയിൽ. ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആൾക്കാർ വരുന്നത്. അപ്പോൾ 150 വരെ പേര് വരുന്ന ക്രിസ്മസ് ഒക്കേഷൻസിലൊക്കെ അങ്ങനത്തെ ഒരു സഭയിൽ പൂർണ്ണമായിട്ടും ചെന്നൈ ചിതറി. അതൊരു ഓൺലി 2 to 3 ഫാമിലി എന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് സഹിക്കാൻ മേലാത്ത ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ പോലും അതും ദൈവത്തിൻ്റെ പ്ലാൻ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സമയത്താണ് എൻ്റെ ബ്രദറിന് ഒരു രോഗം പിടിച്ചത്. അത് 45 ഡേയ്സ് വരെയും ബെഡ് റെസ്റ്റിലായിരുന്നു. എന്നാൽ ഞങ്ങൾ നാഗ്പൂരിലെ വലിയ 6 ഹോസ്പിറ്റൽസിൽ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു, ഡോക്ടേഴ്സിനോട് അഡ്മിറ്റ് ചെയ്യുവാൻ റിക്വസ്റ്റ് ചെയ്തു. എന്നാൽ ഒരു ഡോക്ടർ പോലും അഡ്മിറ്റ് ചെയ്യുവാൻ വേണ്ടി റെഡിയല്ലായിരുന്നു. കാരണം അവർ പറയുന്നത് പനിയാണ്, വൈറലാണ്, അങ്ങനെ പറഞ്ഞ് അങ്ങ് വീട്ടിലേക്ക് പറഞ്ഞു വിടുമായിരുന്നു. എന്നാൽ അവൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ ആ റൂമിൽ കയറുമ്പോൾ തന്നെ അവൻ്റെ ശരീരത്തെ ചൂട് ഞങ്ങളുടെ ശരീരത്തിൽ അത് ഫീൽ ചെയ്യുവാൻ പറ്റുമായിരുന്നു. അതുപോലത്തെ ചൂടുള്ള പനിയായിരുന്നു. അത് എന്നാ രോഗമെന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. എന്നാൽ ദൈവം അത് അവനെ മെനഞ്ഞെടുക്കുകയായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ സമയം രോഗത്തിൽ ഭാരപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം പപ്പ സഭയിൽ പറഞ്ഞു, നമുക്ക് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ സമയം BA ഫസ്റ്റ് ഇയർ എൻ്റെ ബ്രദർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. BA ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മഴ നനഞ്ഞ്, ജസ്റ്റ് അത് ഒരു റീസണേ ഉള്ളൂ. എന്നാൽ
പനി കാരണം ഒരു രീതിയിലും പറ്റുന്നില്ലായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഞങ്ങൾ സൗഖ്യം കിട്ടും സൗഖ്യം കിട്ടും എന്ന് ഇങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ പറഞ്ഞു, സഭയിലെല്ലാവരും ആ സമയം ഉപവാസ പ്രാർത്ഥനയിൽ വന്നു. നല്ല നല്ല വളരെ നല്ലൊരു ഫാമിലിയെക്കാട്ടിലും ബെസ്റ്റ് സപ്പോർട്ട് അന്ന് സഭക്കാർ ഞങ്ങൾക്ക് തന്നു. എല്ലാവരും വന്ന് ഞങ്ങളുടെ റൂമിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ഉപവാസ പ്രാർത്ഥനയുടെ ഫസ്റ്റ് സെഷന് ശേഷം ബ്രേക്ക് ഉണ്ടായിരുന്നു, ചായ കുടിക്കാൻ ബ്രേക്ക് ഉണ്ടായിരുന്നപ്പോൾ ആ സമയം എൻ്റെ ബ്രദർ പറഞ്ഞു, എനിക്ക് എന്തോ പോലെ തോന്നുന്നു എന്ന് പറഞ്ഞ് അത്രയും മാത്രം പറഞ്ഞു. അത് കഴിഞ്ഞ് കണ്ണ് ഇങ്ങനെ മുകളിലോട്ട് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ആ സമയം പപ്പ ഓടി വന്ന് തലേ കൈവച്ച് പ്രാർത്ഥിച്ച്, ദൈവമേ നീയാണ് തന്നിരിക്കുന്നതെങ്കിൽ നിനക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ്. നീയാണ് തന്നെങ്കിൽ ഇവനെ നീ ഞങ്ങൾക്ക് മടക്കി നൽകി തരണമേ. അപ്പോൾ ഒരു മിനിറ്റത്തേക്ക് ഒരു അനക്കവും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. കൈ എടുത്തിട്ട് ഒരു ജീവനില്ലാത്ത പോലെ ഒരു വ്യക്തിയെ പോലെ അവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ സഭയിലെ എല്ലാ വിശ്വാസികളും പറഞ്ഞ് പെട്ടെന്ന് ആംബുലൻസ് വിളിക്കുക. അതിനുള്ള പ്രിപ്പറേഷന് ചിലരോടി, ചിലർ പൾസ് ചെക്ക് ചെയ്തപ്പോൾ പൾസ് ഇല്ലെന്ന് പറഞ്ഞ്, അപ്പോൾ ഒരു സൈഡിൽ കരയുന്നവരുടെ ബഹളം. ഇങ്ങനെയൊക്കെ നടന്നപ്പോൾ പപ്പയും മമ്മി കാൽച്ചോട്ടിലും പപ്പ തലച്ചോട്ടിലും ഇരുന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ച്, ദൈവമേ നിനക്ക് വേണ്ടി സമർപ്പിച്ച പൈതലാകുന്നുവല്ലോ, നീ ഞങ്ങൾക്ക് മടക്കി തന്നേ പറ്റത്തുള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ സഡൻ കണ്ണ് തുറന്ന് ചോദിച്ച്, എന്താണ് പറ്റിയത്, നിങ്ങൾ എന്താണ് കരയുന്നതെന്ന് അവിടെ നിൽക്കുന്ന ചേച്ചിമാരോട് അവൻ ചോദിച്ചു. പക്ഷെ അവൻ അറിയില്ലായിരുന്നു. അവൻ പറയുന്നത്, എനിക്കൊന്നും അറിയത്തില്ല, എവിടെയായിരുന്നു എന്നതായിരുന്നു എനിക്കൊന്നും അറിയത്തില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. എന്നാൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സൗഖ്യം നൽകി തന്നു. അന്നാണ് 45 ദിവസത്തിന് ശേഷം ആ പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റിരുന്നു. അന്ന് രാത്രിയിലെ പ്രാർത്ഥനയുടെ സെഷനിൽ ദൈവം അന്യഭാഷയുടെ വരദാനത്താൽ ദൈവത്തിൻ്റെ വരങ്ങളാൽ ദൈവം നിറച്ചു. അന്ന് രാത്രിയിലെ ഉപവാസ പ്രാർത്ഥനയിൽ ദർശനത്തിൻ്റെ വരങ്ങൾ ദൈവം അവന് നൽകി കൊടുത്തു. അന്ന് അവൻ പഠിത്തം വിട്ടിട്ട് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവത്തിൻ്റെ ഒരു ശബ്ദം അവൻ കേട്ടു. അതിനുശേഷം ദൈവം അവനോട് പറഞ്ഞു, നീ എന്നും ബൈബിൾ വായിക്കുക, നീ എന്നും പ്രാർത്ഥിക്കുക, വചനം പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ അനേക സ്റ്റേജുകളിൽ ദൈവത്തിൻ്റെ നാമം ഉയർത്തുവാൻ, ഒരു ജീവനുള്ള സാക്ഷിയായി തീരുവാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴും ദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്നു, ദൈവത്തിൻ്റെ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും നിങ്ങളോട് ഞാൻ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ മിനിസ്ട്രി ചെയ്യുവാൻ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ചോദിക്കുന്നു. അതിനുശേഷം കോവിഡിന് മുമ്പുള്ള സംഭവമാണ്. പപ്പയ്ക്ക് ലിവർ സിറോസിസ് എന്ന് പറയുന്ന അസുഖം കടന്നു വന്നു. ആ സമയമൊക്കെ സഭ വീണ്ടും ഒരു നല്ല ജാഗൃതി ആയി വരുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ ആരാധന തുടങ്ങി. കോവിഡ് കഴിഞ്ഞാണ് വീട്ടിൽ ആരാധന തുടങ്ങി. അതിനുശേഷം ദൈവം ഞങ്ങൾക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരു സ്കൂൾ ഫ്രീയിൽ പ്രൊവൈഡ് ചെയ്തു തന്നു. ഇന്ന് ദൈവം സഹായിച്ച് ഒരു നല്ല സഭ, സ്കൂളിൽ തന്നെയാണ് ഞങ്ങൾ ആരാധന നടത്തുന്നത്. എന്നാൽ ദൈവം നല്ല കോൺഗ്രിഗേഷൻ നൽകി തന്നിട്ടുണ്ട്. 70 to 80 പീപ്പിൾ സഭയിൽ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് പ്രോഗ്രാംസിനും ഫങ്ഷൻസിനും ഒക്കെ 200 to 250 പീപ്പിൾസ് സഭയിൽ കടന്നു വരുന്നുണ്ട്. ഇങ്ങനെ വളരെ നല്ലതായിട്ട് മിനിസ്ട്രി പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നാൽ കോവിഡിന് മുമ്പ് പപ്പയ്ക്ക് ലിവർ സിറോസിസ് എന്ന് പറയുന്ന അസുഖം കടന്നു വന്നു. ആ അസുഖം കടന്നു വന്നപ്പോൾ ഒരു രാത്രിയിൽ കോട്ടേജ് മീറ്റിംഗ്, ഓൺലൈൻ, കോവിഡ് സമയം ഓൺലൈൻ പ്രാർത്ഥനകളായിരുന്നല്ലോ. അപ്പോൾ സഭയുടെ കോട്ടേജ് മീറ്റിംഗ് ആയിരുന്നപ്പോൾ രാത്രി പ്രസംഗിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് മനം മറിയുമ്പോൾ ബ്ലഡിൻ്റെ ചൊവയാണ് വരുന്നത്. ഇങ്ങനെ പറയായിരുന്നു. എന്നാലും ഞങ്ങൾ പറയുന്നു, പപ്പ ഭാരപ്പെടേണ്ട, പ്രാർത്ഥിച്ചാൽ മതി, യേശു അപ്പച്ചൻ ചെയ്യും. അങ്ങനെയുള്ള വിശ്വാസം ഞങ്ങളുടെ അകത്തുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതിന് കുറച്ച് സമയം മുമ്പും പപ്പയ്ക്ക് വയറ്റിൽ നിന്നും ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രി ഒരു 12-1 മണിയായപ്പോൾ പപ്പ ബ്ലഡ് ഛർദിച്ചു. അത് ബാത്റൂം നിറച്ചായിരുന്നു ഛർദിച്ചത്. അത് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ക്ലോട്ടായ ബ്ലഡ്, അത് ഭയങ്കര നാറ്റമുള്ള ബ്ലഡായിരുന്നു ഛർദിച്ചത്. ഞങ്ങൾ ഭയപ്പെട്ടു പോയി. എന്നാൽ ആ സമയത്തും പപ്പ ഞങ്ങളോട് പറഞ്ഞ്, ദൈവം വാഗ്ദത്തം ചെയ്താണ് ഇവിടെ വിട്ടിരിക്കുന്നത്, അതുകൊണ്ട് വാഗ്ദത്തം നിറവേറാതെ ഞാൻ പോകുകയില്ല. ഇങ്ങനെ പറഞ്ഞാണ് പപ്പ ആശുപത്രിയിലേക്ക് പോയത്. ആശുപത്രിയിലേക്ക് പോയപ്പോഴും അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് പേ ചെയ്യാൻ പൈസ ഇല്ല. ഇത് 2019 2019-20 സംഭവമാണ്, കോവിഡിൻ്റെ സമയത്താണ്.
അപ്പോൾ ആ സമയം നാട്ടിലേക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മാച്ചൻ്റെ മൂത്ത അമ്മാച്ചൻ്റെ മകൻ ഉടൻ തന്നെ രാത്രിയിൽ ചെന്ന് ഞങ്ങൾക്ക് അക്കൗണ്ടിൽ പൈസ ഇട്ട് തരുകയും ഇനി ഒന്നും നോക്കണ്ട, പെട്ടെന്ന് ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ പ്രൈവറ്റ് ആശുപത്രി എന്ന് പറഞ്ഞാൽ അവർ പേഷ്യൻ്റ് സീരിയസ്നെസ് നോക്കുകയില്ല, അവർ പൈസ ആദ്യം പേ ചെയ്താൽ നിങ്ങളെ പേഷ്യൻറ്റിനെ എടുക്കാം, ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുവരെയും പപ്പായെ വീൽ ചെയറിൽ വെളിയിരുത്തിക്കുകയാണ്. അപ്പോൾ ഇനി വീണ്ടും ബ്ലഡ് ഛർദ്ദിക്കരുത് എന്നുള്ള ഇതിൽ മമ്മി പുറം തിരുമ്മിക്കൊണ്ട് അന്യഭാഷയിൽ അവളെ ആ വെളിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ആരാധിച്ചുകൊണ്ടിരുന്നത്, ഞാനും കൈ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ദൈവമേ ഇനി അവർ ഹോസ്പിറ്റലിൽ കയറ്റുന്നോടം വരെ ഒരു പ്രശ്നവും ഉണ്ടാകരുത്, ഇനി ബ്ലഡ് ഛർദ്ദിക്കരുത്, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം പെട്ടെന്ന് പൈസ കിട്ടി. അപ്പോൾ ഞങ്ങളുടെ സഭയിലെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ആ ബ്രദറുമായിട്ട് എൻ്റെ ബ്രദർ ഓടിപ്പോയി അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് വന്ന് ഹോസ്പിറ്റലിലേക്ക് കടന്നു. ആ ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് കൊണ്ടുപോയത് ICUയിലേക്കാണ്. ICUയിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെയും വീണ്ടും ഛർദ്ദിച്ചു. മുഴുവനും ബ്ലഡായിരുന്നു ഛർദ്ദിച്ചുകൊണ്ടിരുന്നത്. മുഴുവനും ബ്ലഡ് എന്ന് പറഞ്ഞാൽ പോസിബിളേ അല്ലായിരുന്നു പപ്പ ജീവിച്ചിരിക്കുവാൻ, അതുപോലെയായിരുന്നു ബ്ലഡ് ഛർദ്ദിച്ചത്. ആ സമയത്ത് ഡോക്ടറും വണ്ടറായിരുന്നു. ഡോക്ടർ പറഞ്ഞ് ഇത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എന്നാൽ നമുക്ക് പരിശ്രമിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് മനസ്സിലായത് ലിവർ വീക്കായതിൻ്റെ കാരണം ഈസോഫിഗസ് അന്നനാളി അത് ബേസ്റ്റായി, അത് പൊട്ടിപ്പോയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് ഇനി സ്റ്റിച്ച് ഇട്ട് തരാം, അതിനുശേഷം നിങ്ങൾക്ക് ഇനി പ്രസംഗിക്കാൻ പറ്റുകയില്ല, നിങ്ങൾ ചർച്ചിൻ്റെ ഫാദറല്ലേ, ഇനി നിങ്ങൾക്ക് പ്രസംഗിക്കാനോ ഉറക്കെ പറയാനോ ഒന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അവിടുന്ന് 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ദൈവം അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെടുത്തി. 2ാമത്തെ ദിവസം തന്നെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഫുഡ് കൊടുത്തത് ലിക്വിഡ് പോലെ കുഴഞ്ഞ ഫുഡാണ് അവർ കൊടുത്തത്. കാരണം ജസ്റ്റ് ഒന്ന് വിഴുങ്ങിയേ വിടാവുള്ളൂ ഇങ്ങനെ പറഞ്ഞു. അതാണ് കൊടുത്തത്. അത് കൊടുത്ത് അത് പിറ്റേ ദിവസം തന്നെ എഴുന്നേറ്റിരുന്ന് കഴിച്ചു. വളരെ സന്തോഷത്തോടെ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വരുവാൻ ദൈവം സഹായിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജിന് സമയമായപ്പോൾ ഞാനും ബ്രദറും ആയിരുന്നു, മമ്മി പപ്പയുടെ കൂടെ ഇരിക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഞാനും ബ്രദറും പറഞ്ഞു, ഞാൻ ബ്രദറിനോട് പറഞ്ഞു, മോനു എന്ത് ചെയ്യും, ഡിസ്ചാർജ് നാളെ രാവിലെ ചെയ്യണമല്ലോ, 1 രൂപ പോലും ഇല്ലല്ലോ, എന്നാൽ ഞങ്ങൾക്ക് ബില്ല് വന്നിരിക്കുന്നത് 47,000 റുപ്പീസാണ്, അത് എങ്ങനെ കൊടുക്കും? അന്നേരം എൻ്റെ ബ്രദർ പറഞ്ഞ്, ഒന്നും ഭാരപ്പെടണ്ട, ഞാൻ 5 മിനിറ്റ് പോയി മുറിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ പോവുക, ദൈവം പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഒരു മുറിയിൽ, ഞങ്ങളുടെ വിശ്വാസിയുടെ ഒരു വീടായിരുന്നു, ആ മുറിയിൽ ചെന്ന് വിശ്വാസിയോട് പറഞ്ഞ് 5 മിനിറ്റത്തേക്ക് എനിക്ക് നിങ്ങളുടെ ബെഡ്റൂം തരണം, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറയും. 5 മിനിറ്റത്തേക്ക് അവൻ കഥ അടച്ചിരുന്ന് അവിടെ കരഞ്ഞിരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്ന് മമ്മിയുടെ കൂടെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അവൻ ആ മുറിയിൽ ഇരുന്ന് ആ വിശ്വാസിയുടെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഇടയ്ക്കൊന്ന് രാത്രിയൊന്നും ഉറങ്ങുന്നില്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് ലൈറ്റായിട്ട് അങ്ങ് മയങ്ങിപ്പോയപ്പോൾ കൈ ഇങ്ങനെ ചെയ്യുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. എന്ന് വെച്ചാൽ ഉണർത്തുന്ന ശബ്ദം, കൈ ഇങ്ങനെ ചുക്കി ലഗായിക്കുന്ന പോലെ ഒരു ശബ്ദം കേട്ട് അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് നോക്കി. അപ്പുറം ഇപ്പുറം ആരുമില്ല. അന്ന് അവന് മനസ്സിലായി, സ്വർഗത്തിൽ നിന്ന് ആരും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഞാൻ മയങ്ങിപ്പോയപ്പോൾ എന്നെ തട്ടി ഉണർത്തുന്നതിന് പകരം എനിക്ക് ഇങ്ങനെ ശബ്ദം കേൾപ്പിച്ച്, ഫിംഗേഴ്സിനെ സ്നാപ്പിംഗ് കേൾപ്പിച്ച് എന്നെ എഴുന്നേൽപ്പിച്ചു. അന്നേരം തന്നെ അവൻ സന്തോഷത്തോടെ പ്രാർത്ഥന നടത്തി. യേശുപ്പ നീ പ്രാർത്ഥന കേട്ടല്ലോ, സോറി യേശുപ്പ ഞാൻ മയങ്ങിപ്പോയി, എന്നാൽ നീ പ്രാർത്ഥന കേട്ടല്ലോ, പ്രാർത്ഥനയുടെ മറുപടി നൽകി തന്നല്ലോ, സ്തോത്രം പറഞ്ഞു. എന്നാൽ തന്നെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന് വിശ്വാസികളും പറഞ്ഞ് ഞാൻ പോവാ ഹോസ്പിറ്റലിൽ, പപ്പയുടെ അടുക്കിലേക്ക് പോവാന്ന് പറഞ്ഞ് ആ വിശ്വാസി ആൻറ്റിയുടെ മകനുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കടന്നു വന്നു. ഹോസ്പിറ്റലിൽ കടന്നു വന്നതിന് ശേഷം അവൻ എന്നോട് പറഞ്ഞ്, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ യേശുപ്പൻ പ്രാർത്ഥന കേൾക്കുന്നുണ്ടായിരുന്നു, ഭാരപ്പെടുന്ന സമയമാകുമ്പോഴത്തേക്ക് ദൈവം വഴിയൊരുക്കുമെന്ന് പറയും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് പിറ്റേ ദിവസം ഡിസ്ചാർജിന് 1 മണിക്കൂർ മുമ്പാണ് ഞങ്ങളെ അറിയുന്ന ഒരു ഭയ്യ കറക്റ്റ് അക്കൗണ്ടിൽ 47,000 റുപ്പീസ് ഇട്ടിട്ട് പറഞ്ഞ്, ഇപ്പോൾ എൻ്റെ അടുത്ത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുക. ഞങ്ങൾ ബില്ല് നോക്കിയപ്പോൾ കറക്റ്റ് അത്രയും എമൗണ്ട് തന്നെ ദൈവം ഞങ്ങൾക്ക് സമയത്ത് നൽകി തന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വിളിച്ച് അപേക്ഷിക്കുന്നവരെ ഒരിക്കലും കൈവിടാത്ത കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം സൗഖ്യം പ്രാപിച്ച് വീട്ടിലേക്ക് കടന്നു വന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു കൂടുതൽ ഉറക്കെ സംസാരിക്കരുത്. അപ്പോൾ പപ്പയുടെ തോളയിൽ ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു, അത് നോക്കി നിന്നപ്പോൾ തന്നെ അത് വളരുകയും, അപ്പോൾ ഈ ചെക്കപ്പിന് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. കോവിഡിൻ്റെ സമയമായിരുന്നപ്പോൾ കോവിഡ് പേഷ്യൻസ് ഒക്കെ വന്ന് കിടക്കുന്ന ബെഡിലായിരുന്നുകൊണ്ട് പപ്പായ്ക്ക് അതിൻ്റെ പിറ്റേ വർഷം
കോവിഡും വന്നു, ക്യാൻസർ എന്ന് പറയുന്ന അസുഖം കടന്നു വന്നു. അപ്പോൾ ഒരു ട്യൂമറാണ്, ഷോൾഡറിൻ്റെ പോർഷനിൽ പപ്പായ്ക്ക് ട്യൂമർ കടന്നു വന്ന് ആ ട്യൂമറിലേക്ക് എന്നിട്ട് ട്യൂമറിന് പുറത്തൂടെ ഹാർട്ടിലേക്കുള്ള വെയിൻ ഉള്ളത് കൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഡോക്ടർ പറഞ്ഞ് അമേരിക്കൻ ഓൺകോളജിയിൽ ഞങ്ങൾ ചെന്ന് ചെക്കപ്പ് ചെയ്യിപ്പിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല, ഊപ്പർവാല എന്നേലും അത്ഭുതം ചെയ്തെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും എന്ന് വെച്ചാൽ മേളിൽ വിരിക്കുന്നവൻ എന്തേലും അത്ഭുതം ചെയ്തെങ്കിലേ രക്ഷപ്പെടുവാൻ കഴിയുള്ളൂ. അങ്ങനെ പറഞ്ഞ് അന്ന് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഫെബിൻ എൻ്റെ ബ്രദർ ചെന്ന് ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച്, ഡോക്ടറല്ലേ പറഞ്ഞത്, വേറെ ആരും ദൈവമല്ലല്ലോ പറഞ്ഞത് ഇത് ചെയ്യാൻ പറ്റുകയില്ല, അല്ലെ സൗഖ്യം പ്രാപിക്കാൻ കഴിയില്ലെന്ന്. അതൊരു മനുഷ്യ വാക്കായിട്ട് നമ്മൾ കരുതിയാൽ മതി, ഒരു പ്രശ്നമില്ല, ഇന്ന് തന്നെ നമുക്ക് പോയി പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ 4 പേരും തമ്മി ഞങ്ങൾ പറയുവാൻ തുടങ്ങി, ധൈര്യപ്പെടുത്തുവാൻ തുടങ്ങി. അന്ന് രാത്രി ഞങ്ങൾ വീട്ടിൽ വന്ന് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അന്ന് അതിൻ്റെ പിറ്റേ ദിവസം ചെന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ കോവിഡ് നെഗറ്റീവായിട്ട് ദൈവം അത്ഭുതം ചെയ്തു. അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം പപ്പയ്ക്ക് ഉള്ളിൽ കൂടുവാൻ തുടങ്ങി. ഒരു വെള്ളത്തിൻ്റെ ഒരു സിപ്പ് പോലും കുടിക്കാൻ മേലാതെ പപ്പ ഭാരപ്പെട്ടു. ഛർദിലായിരുന്നു പപ്പയ്ക്ക്. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ മേല, ഇരിക്കാൻ മേല, അങ്ങനെ ബെഡിൽ തന്നെ കിടക്കുകയായിരുന്നു. പാസ്റ്റേഴ്സ് എല്ലാം, ഇവിടുത്തെ മലയാളി പാസ്റ്റേഴ്സ് എല്ലാം വരുമായിരുന്നു, വിസിറ്റ് ചെയ്യുമായിരുന്നു. വളരെ ഹെൽപ്പ് അവരെല്ലാം ഞങ്ങളെ ചെയ്തിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റുകയില്ല. എന്നാൽ ആ സമയത്ത് പപ്പയ്ക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും മേല, ഛർദിലായിരുന്നു. വെള്ളം കുടിച്ചാലും ഛർദിലാണ്. അപ്പോൾ എല്ലാം ഞങ്ങൾ പുറം തിരുമുമ്പോൾ അന്യഭാഷ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു പപ്പയുടെ കൂടെ ഞങ്ങൾ നിൽക്കുന്നത്. എന്നാൽ ഒരു രാത്രിയായപ്പോൾ പപ്പ ഒരു ശബ്ദം കേട്ടു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇത്രമാത്രം ശബ്ദം കേട്ടപ്പോൾ പപ്പയുടെ ശരീരത്തിൽ എന്തോ ഒരു ഫ്രഷ്നെസ് ഫീൽ ആകുന്നത് തോന്നി. ചാടി എഴുന്നേറ്റിട്ട് ഞങ്ങളോട് പറഞ്ഞ്, പിള്ളേരെ എഴുന്നേൽക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്ര മാത്രമാണ്. അപ്പോൾ മമ്മിയും ചാടി എഴുന്നിട്ട് ഞങ്ങളും ചാടി എഴുന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച്, കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച്. അപ്പോൾ പപ്പ പറഞ്ഞ്, ഞാൻ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടതിന് ശേഷം എൻ്റെ ശരീരത്തിൽ എന്തോ ഒരു ഫ്രഷ്നെസ് തോന്നി, അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റിരിക്കുകയാണെന്ന് പറഞ്ഞു. കാരണം കുറേ ദിവസമായിട്ട് ബെഡിൽ തന്നെയായിരുന്നു, ഛർദിലും ബെഡിൽ തന്നെയായിരുന്നു. പപ്പായ്ക്ക് ഒരു രീതിയിലും എഴുന്നേറ്റ് പോകാനൊന്നും പറ്റില്ല. അതിൻ്റെ ഇടയ്ക്കും 2-3 പ്രാവശ്യം വീണ്ടും ബ്ലഡ് ഛർദിച്ചു, വീണ്ടും ഈസോഫിഗസ് ബേസ്റ്റായി. അങ്ങനെ അനേക പ്രതികൂലങ്ങൾ കടന്നു വന്നു. എന്നാലും ഞങ്ങൾ തോറ്റുകൊടുത്തില്ലായിരുന്നു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുള്ള വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ 2-3 ദിവസത്തിന് ശേഷം പപ്പ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ പപ്പയുടെ ഷോൾഡറിലുണ്ടായിരുന്ന ട്യൂമർ അത് തന്നെ താൻ പൊട്ടി. അതിൽ നിന്ന് അഴുക്ക് ബ്ലഡും അഴുക്ക് പഴുപ്പുള്ള വെള്ളവും ഒഴുകി. അത് പൂർണ്ണമായിട്ടും ദൈവം സൗഖ്യം നൽകി തന്നു. ഹല്ലേലൂയ. ഡോക്ടർ പറഞ്ഞത് ഹാർട്ടിൽ നിന്നുള്ള വെയിൻ ആ ട്യൂമറിൻ്റെ അകത്തൂടെ പോകുന്നത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം പറഞ്ഞാൽ ലോകത്തിലെ ആർക്കും അതിനെ തടയാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ശക്തി അത് നമ്മുടെ സോച്ച് സെ പരഹൻ, നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും അപ്പുറത്താകുന്നു. നമ്മൾ ചിന്തിക്കാറുണ്ട് ഇത് എങ്ങനെ കഴിയും. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ എനിക്കറിയില്ല നീ എങ്ങനെ ചെയ്യുന്നു, എന്നാൽ നീ എനിക്ക് വേണ്ടി ചെയ്തിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം ഇസ്രായേലി ജനങ്ങളെ കൈപിടിച്ച് നടത്തി. അനേക പ്രതികൂലങ്ങൾ വന്ന് അവർക്ക് കഴിക്കുവാനില്ലായിരുന്നു, കുടിക്കുവാനില്ലായിരുന്നു, മാറാടെ അനുഭവങ്ങൾ കടന്നു വന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, യഹോശുവയെക്കുറിച്ച്, കാലേബിനെ കുറിച്ച് നമ്മൾ എന്നതാണ് വായിക്കുന്നത്, കനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആ അവസരം നൽകിക്കൊടുത്ത്. അതെന്താണ്? ഇത്രയും പ്രതികൂലത്തിൽ കൂടെ കടന്നു പോയപ്പോഴും ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവത്തിൽ മുറകെ വിശ്വാസത്തിൽ നിന്നതുകൊണ്ട് ആ യഹോശുവയും കാലേബിനെയും കനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ആ സൗഭാഗ്യം നൽകിക്കൊടുത്തു. ഹല്ലേലൂയ. എന്ത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്, മനുഷ്യരുടെ വാക്ക് കേൾക്കരുത്. മനുഷ്യരുടെ വാക്ക് കേട്ടാൽ നമ്മൾ തകർന്നു പോകും. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങളോട് മനുഷ്യർ പറയാറുണ്ടായിരുന്നു, വീട്ടിൽ വരുമ്പോഴും പറയാറുണ്ടായിരുന്നു, ഞങ്ങളുടെ പരിചയക്കാർ അവർക്കും ഇതേ അസുഖമായിരുന്നു, എന്നാൽ അവരെല്ലാം മരിച്ചുപോയി, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ മനസ്സിലൊരു വിശ്വാസം വേണം, എൻ്റെ ദൈവം ജീവിക്കുന്നു, സ്വർഗത്തിൽ എൻ്റെ ദൈവം ജീവിക്കുന്നു, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു തരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ,
പ്രിയമുള്ളവരെ, ഇന്ന് പപ്പ ശുശ്രൂഷിക്കുന്നു, ഇന്ന് പപ്പ വചനം പ്രസംഗിക്കുന്നു, തിരുവത്താഴത്തിന് ശുശ്രൂഷകൾ ചെയ്യുന്നു. ഇവിടെ മിനിസ്ട്രിയിൽ ദൈവം വളരെ ഭംഗിയായിട്ട് ഇന്ന് കുടുംബമായിട്ട് ദൈവം ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ചെയ്യുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് അല്പസമയം ആരാധിക്കാം. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ ആ വലിയ അത്ഭുതത്തിൻ്റെ കരം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ ചെയ്തുവോ, എങ്ങനെ ദൈവം നീട്ടിയോ, അതുപോലെ ഇന്ന് ഈ ഓൺലൈനിൽ എത്ര പേര് കടന്നു വന്നിരിക്കുന്നുവോ, ഈ സാക്ഷ്യം അവരുടെ ജീവിതത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ വർദ്ധിക്കുന്നതിൻ്റെ കാര്യമായി തീരട്ടെ. ഹല്ലേലൂയ. റബന ഹഷ ഖരഗടഗസിയന്തന റെഖോന മഹസ്തുൻമന രഗദൻ ഗബനഗബൗഷവനഗദനെ. ദൈവ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ നിലവിളി കേട്ട് നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ ശക്തനാകുന്ന കർത്താവാണ്. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഉറബാന ഹമമാന ഹഷഗനഗടഗദനഗസിയ. ഒരിക്കലും അവിശ്വാസം കടന്നു വരുവാൻ സമ്മതിക്കരുത്. മനുഷ്യരായാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഡൗട്ട് വരാറുണ്ട്, ഇത് പറ്റുമോ? നമ്മൾ മനുഷ്യരുടെ വാക്കിലാണ് വീഴുന്നത്, നമ്മൾ ഡോക്ടേഴ്സിൻ്റെ വാക്കിലാണ് പൂർണ്ണമായിട്ട് വീണു പോകുന്നത്. നമ്മൾ തകർന്നു പോകുന്നത് എന്താണ്? നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഇതൊന്നും വരാൻ നമ്മൾ സമ്മതിക്കരുത്. പൂർണ്ണമായിട്ട് വിശ്വാസത്തോടെ ദൈവത്തിലേക്ക് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പൂർത്തി വരുന്ന യേശുവിലേക്ക് നമ്മുടെ കണ്ണുകളെ നമുക്ക് ഉയർത്താം. നമുക്ക് സഹായം നൽകി തരുന്നത് ആ യേശു ക്രിസ്തു മാത്രമാണ്. ഓ റബാന ഹഷഖെറിയാധനഗസിയ. അന്യഭാഷയിൽ ആരാധിക്കാം. ഇന്ന് രാത്രികാലം ദൈവം സൗഖ്യം നൽകി തരട്ടെ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ അത്ഭുതം ദൈവം ചെയ്യട്ടെ. ഓ റബോ ഷഖനഗടഗസിയാന്ധനഗടഗദന ലുബടഗദുനഗബസിയ. സ്വർഗ്ഗീയ പിതാ പരമേശ്വർ യേശോപ്പ, ഇന്ന് രാത്രികാലം ഈ നല്ല സൗഭാഗ്യം നൽകി തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശോപ്പ, ഈ കേട്ട സാക്ഷ്യം കടന്നു വന്നിരിക്കുന്ന ഏവരുടെയും ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ ഈ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശോപ്പ, അങ്ങ് സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മാനവും മഹത്വം അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളെ സ്വർഗത്തിൽ നിന്ന് നന്നായിട്ട് ഞങ്ങൾ അറിയുന്ന കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഉയരത്തിൽ ജീവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. We thank you, Lord Jesus, for your glory. We need your glory. We need your help, Lord Jesus. യേശോപ്പ, എല്ലാ മഹത്വം അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. അത്ഭുതത്തിന്റെ കരം ഈ രാത്രികാലം ഞങ്ങൾക്ക് വേണ്ടി നീട്ടി തന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.